പെട്ടെന്നൊരു ദിവസം ബാങ്ക് സേഫ് ലോക്കറിന്റെ താക്കോൽ കാണാനില്ല. എന്തു ചെയ്യും? പുതിയ താക്കോൽ ഉണ്ടാക്കാമെന്നാണ് വിചാരമെങ്കിൽ അത് വലിയ പിഴവാണ്. നമ്മുടെ സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും സൂക്ഷിക്കുന്ന ബാങ്ക് ലോക്കർ ഒരു അലമാര പോലെയല്ല. പകരം താക്കോൽ കിട്ടുകയില്ല, പൊളിക്കേണ്ടി വരും. താക്കോൽ നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്. ഉടൻ തന്നെ ബാങ്ക് ബ്രാഞ്ചിൽ എഴുതിയറിയിക്കുക. ഇത് ലോക്കറിന്റെ ദുരുപയോഗം തടയാൻ അത്യാവശ്യമാണ്. ബാങ്കിന്റെ പോളിസി അനുസരിച്ച് പോലീസ് പരാതിയോ ഇൻഡെംനിറ്റി ബോണ്ടോ ആവശ്യപ്പെട്ടേക്കാം. ഒരു കാര്യം ഉറപ്പായും ഓർക്കണം, ബാങ്കിൽ നിങ്ങളുടെ താക്കോലിന്റെ സ്പെയർ ഇല്ല. അതിനാൽ RBI നിർദ്ദേശപ്രകാരം ബ്രേക്ക് ഓപ്പൺ എന്ന നടപടിക്രമത്തിലൂടെയാണ് ലോക്കർ തുറക്കുക. ബാങ്ക് ഒരു തീയതി നിശ്ചയിക്കും. നിങ്ങളും നിഷ്പക്ഷരായ സാക്ഷികളും മുന്നിലിരിക്കെ ടെക്നീഷ്യൻ ലോക്കർ പൊളിച്ചു തുറക്കും. ഇവിടെ ഒരു കടുകട്ടി സത്യമുണ്ട്. ലോക്കർ പൊളിക്കുന്ന ചെലവും പുതിയ ലോക്കിടുന്ന ചെലവും മുഴുവൻ നിങ്ങളാണ് വഹിക്കേണ്ടത്. അതേസമയം ബാങ്കിന്റെ ഭാഗത്ത് അശ്രദ്ധ ഉണ്ടായാൽ വാർഷിക വാടകയുടെ 100 ഇരട്ടി വരെ നഷ്ടപരിഹാരം നൽകാൻ ബാങ്കിന് ബാധ്യതയുണ്ട്. ഒരു മുന്നറിയിപ്പ്: ലോക്കർ വാടക കുടിശ്ശികയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ കരാറിൽ ഒപ്പിടാത്തതിനാൽ ലോക്കർ തുറക്കുന്നതിൽ നിന്ന് ബാങ്കിന് നിങ്ങളെ തടയാൻ സാധിക്കും. ഭാവിയിൽ ഇത്തരം തലവേദന ഒഴിവാക്കാൻ ഡിജിറ്റൽ അല്ലെങ്കിൽ ബയോമെട്രിക് ലോക്കറുകൾ ലഭ്യമാണോ എന്ന് ചോദിക്കുക. താക്കോൽ എപ്പോഴും സുരക്ഷിതമായി സൂക്ഷിക്കുക. നിങ്ങൾക്ക് ബാങ്ക് ലോക്കർ കീ നഷ്ടപ്പെട്ട അനുഭവമുണ്ടോ? താഴെ കമന്റിൽ പങ്കുവയ്ക്കൂ.